ശ്രീ രാജഗോപാൽ. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറെ വിവരങ്ങൾ വന്നു. അത് നേരത്തെ വന്ന വിവരങ്ങൾക്കൊക്കെ മാറി ഇപ്പോഴത്തെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ASPയുടെ ഭാഗത്ത് നിന്നും അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സ്വർണം ഏറ്റുവാങ്ങി സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും, ഒപ്പം തന്നെ സ്വർണം ഏറ്റുവാങ്ങുക മാത്രമല്ല രസീത് നൽകുന്നതിലും വീഴ്ച വരുത്തിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതായത് നിലവിൽ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ്, ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്. ശബരിമലയിലെ ക്രമക്കേടുകൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടോന്നില്ല, അതിൽ കൂടുതൽ ക്രമക്കേടുകൾ പല കോണുകളിലായി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുന്നതാണ്. തീർച്ചയായിട്ടും തന്നെയാണ് കാണുന്നത്. ഇതിപ്പോ നമ്മൾ സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച് പോയതാണല്ലോ. സ്വർണ്ണപ്പാളികളും അതേപോലെ തന്നെ കട്ടളയും ബാതിലും അന്വേഷിച്ച് പോയപ്പോഴാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന അന്വേഷണങ്ങളാണ്. ഈ അന്വേഷണങ്ങൾ ഇവിടെ കൊണ്ടും നിൽക്കത്തില്ല. ഇതിലും പുറകിലേക്ക് കൊടിമരം വരും, അതേപോലെ തന്നെ മണിമണ്ഡപം വരും, അവിടുത്തെ മണികൾ മാറ്റിയത് വരും, ഒരുപാട് അതേപോലെ മാളികപ്പുറത്ത് സ്വർണം പൂശിയതിനെ കുറിച്ച് വരും. 2009 വരെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകും. അങ്ങനെ പോയെങ്കിലേ പറ്റുള്ളൂ. ഇതെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ എല്ലാം സ്പോൺസർമാരാണ് വന്നിരിക്കുന്നത്. അതാണ് കൊടിമരത്തിലേക്ക് ഇപ്പൊ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ കൊടിമരത്തിലേക്ക് അന്വേഷണം വന്നിരിക്കുകയാണ്. കൊടിമരം അന്ന് പണിഞ്ഞതിന്റെ അടിസ്ഥാനം എന്തിനായിരുന്നു ശബരിമലയിലെ കൊടിമരം മാറ്റിയത്? ആ സ്വർണ്ണ കൊടിമരത്തിന് എന്തായിരുന്നു പ്രശ്നം? അപ്പൊ പറയുന്നത് അവിടെ ദേവപ്രശ്നം 2014 ദേവപ്രശ്നത്തെ തുടർന്നാണെന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള പരിശോധനകൾ വന്നു. എന്തായിരുന്നു? അപ്പൊ ആ കൊടിമരത്തിന് എന്തോ കേട് സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് പണിഞ്ഞിരുന്ന കൊടിമരത്തിന്. അതേപോലെ തന്നെ വാജിവാഹനം മാറ്റിയത് തന്ത്രിക്ക് എടുത്തു കൊടുത്തു. തന്ത്രിക്ക് കൊടുക്കാൻ അങ്ങനെ അവകാശം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ASP കുറിപ്പ് എന്നൊരു നിരീക്ഷകനുണ്ട്. ഈ കൊടിമരത്തിന്റെ പണി അങ്ങനെയാണ് അദ്ദേഹം അവിടെ കണക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് നിരീക്ഷകനായിട്ട്. അതായത് ഇതിന് ശരിക്കുമുള്ള ചുമതല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ചുമതല അവർക്ക് നേരിട്ട് വരാൻ കഴിയാത്തത് കൊണ്ട് തിരുവാഭരണം കമ്മീഷനും ദേവസ്വം ചീഫ് എഞ്ചിനീയറും അവർ രണ്ടുപേരുമാണ് ഇത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണെന്ന് പറയുമ്പോൾ നേരത്തെ അജയ് തറയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം പൂർണ്ണമായിട്ടും അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ബോർഡിനല്ല എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. ഒപ്പം മറ്റൊന്ന് കാര്യം, ഈ ASP ആയിട്ടുള്ള കുറിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചട്ടലംഘനങ്ങൾ ഉൾപ്പെടെയാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാം ഒന്നും ഓർമ്മയില്ല, കോടതിയിൽ നേരിട്ടോളാം ഈ പ്രശ്നങ്ങൾ എന്നൊക്കെയാണ്. പക്ഷേ അപ്പോഴാണ്, അതിനുശേഷമാണ് ഇത് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ചട്ടലംഘനങ്ങളുടെ കണ്ടെത്തലുകളാണ്. അല്ല, തീർച്ചയായും ദേവസ്വം ബോർഡിനാണ് ഉത്തരവാദി. ദേവസ്വം ബോർഡല്ലേ ഇതിന്റെ കസ്റ്റോഡിയൻ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മെമ്പർമാരും ആരാണോ അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ. അവരാണ് തീരുമാനം എടുത്തിട്ട് താഴേക്ക് തിരുവാഭരണം കമ്മീഷണറെ കൊണ്ടും ചീഫ് എഞ്ചിനീയറെ കൊണ്ടും നടത്തിക്കണം. അതിന്റെ നടുക്കേക്കാണ് ഈ കൊടിമരത്തിന്റെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായിട്ടാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ. വെറും നിരീക്ഷകനാണ് അദ്ദേഹം, ഒരു നിരീക്ഷകനാണ്. അവരെ ഇവിടെ എന്തെല്ലാം ചെയ്യുന്നു, വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, ഈ ചുമതലയായിരുന്നു ശ്രീ ASP കുറിപ്പിനോട് ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പൊ പരമാധികാര ഉത്തരവാദിത്വം ബോർഡിന് തന്നെയാണ്. അല്ല, ബോർഡല്ലാതെ വേറെ ആരും ഉത്തരവാദിത്വം വഹിക്കുന്നത്? ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് എങ്ങനെ അവിടെ ഉത്തരവാദിത്വം വരുന്നത്? അപ്പൊ ഈ ഇത്തരം പ്രവർത്തനങ്ങളില് നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന ശ്രീ ASP കൂടെ ഇടപെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചുമതലകളിൽ നിന്ന് വിട്ട് അദ്ദേഹം മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതാണ് ഇപ്പൊ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് ദേവസ്വം വിജിലൻസ് SP കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം അതല്ലാതെ ചില പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു. അദ്ദേഹം സ്വർണം വാങ്ങിയതായിട്ടാണ്. അദ്ദേഹം നേരിട്ട് സ്വർണം വാങ്ങിയിരിക്കുന്നു. ഭക്തജനങ്ങൾ, സുരേഷ് ഗോപി അടക്കമുള്ള സിനിമാ താരങ്ങളിൽ നിന്ന് നേരിട്ട് സ്വർണം വാങ്ങിയിരിക്കുന്നു. ഈ വാങ്ങിയ കാര്യങ്ങൾക്കൊന്നും ആ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. TK രാജഗോപാലൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, നേരത്തെ ശ്രീ രാജഗോപാലൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്വർണ്ണക്കൊള്ളയിൽ നിന്നും തുടങ്ങിയിട്ടുള്ള അന്വേഷണമാണ്. അതിന് സമാന്തരമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള കൊള്ളകൾ ആ സമയങ്ങളിൽ അല്ലെങ്കിൽ അത് മുൻപും ശേഷവും ഒക്കെയായിട്ട് ശബരിമലയിൽ നടന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പുറത്തു വരുന്നതൊക്കെയും. അക്ഷയ, ശബരിമലയിൽ കൊടിമരം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനൊരു എസ്റ്റിമേറ്റ് ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തീരുമാനിച്ചിരുന്നു. അത് 3,20,30,000 രൂപയാണ്. അത്രയും പണം തന്നെ ഹൈദരാബാദിലെ ഫീനിക്സ് എന്ന് പറയുന്ന കമ്പനി സ്പോൺസറായി എത്തുകയും ആ പണം അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിനും അപ്പുറമുള്ള തുക ഈ കൊടിമരത്തിന് ചിലവായിട്ടുണ്ട്. മാത്രമല്ല അത് ഈ സ്വർണ്ണമടക്കം വാങ്ങിക്കാനുള്ള തുകയായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടി സാധാരണ കണക്കുകൾ, ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ 3,20,00,000 എന്ന് പറയുന്ന എസ്റ്റിമേറ്റ്
എസ്റ്റിമേറ്റ് തുകയുടെ അത്രയും പോലും ഈ കൊടിമരത്തിന് ചെലവായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് സ്വർണം വന്നിട്ടുണ്ട്. ആ സ്വർണം സുരേഷ് ഗോപി, അതുപോലെ തന്നെ ഷാജി കൈലാസ്, മേനക സുരേഷ്, അങ്ങനെ ഒരുപാട് ആ 3 പേരുടെ പേര് മാത്രമേ ഈ അഭിഭാഷക കമ്മീഷണർ തയ്യാറാക്കിയ മഹസറിൽ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിനപ്പുറം കുറെ ഭക്തർ ഇത്ര സ്വർണം തന്നു എന്ന് മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം വിജിലൻസ് പറയുന്നത് അഭിഭാഷക കമ്മീഷണറായിരുന്ന ASP കുറുപ്പിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം 10-27 പേര് ഇങ്ങനെ സ്വർണം തന്നു എന്നതല്ലാതെ അവരുടെ കൃത്യമായ പേരോ അല്ലെങ്കിൽ മേൽവിലാസമോ ഒന്നും തന്നിട്ടില്ല. അവർ സമർപ്പിച്ച സ്വർണത്തിന്റെ കൃത്യം അളവും തന്നിട്ടില്ല. ഇനി അവരെല്ലാം കണ്ട് ചോദിച്ചാലേ എത്രമാത്രം സ്വർണം വന്നു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ അവിടെ തിട്ടമാക്കിയിട്ടില്ല. അപ്പോൾ അതിന്റെ ഉത്തരവാദി ആരാണ്? അതങ്ങനെ വരുത്തിയത് ദേവസ്വം ബോർഡാണോ, അത് ബോധപൂർവം വരുത്തിയതാണോ എന്നാണ് ഇനി അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ സിനിമാ നടന്മാരും ഒക്കെ സമർപ്പിച്ച സ്വർണം അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇനി അതിനൊപ്പം പഴയ കൊടിമരം അഴിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നിരുന്നു. അതിൽ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ അതുപോലെ തന്നെ ആ പഴയ കൊടിമരത്തിന്റെ സ്വർണ്ണപ്പറകൾ എന്ത് ചെയ്തു, അത് സ്ട്രോങ് റൂമിലുണ്ട് എന്നൊക്കെയുള്ള സംശയമാണ്. അത് സംബന്ധിച്ചുള്ള ഒരു ദൂരീകരണം കൂടി ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് നടത്തുന്നുണ്ട്. അവർ പറയുന്നത് സ്ട്രോങ് റൂമിൽ പരിശോധിച്ചപ്പോൾ പഴയ കൊടിമരത്തിന്റെ സ്വർണ്ണപ്പറകളടക്കം 28 ഉരുപ്പടികൾ ആ സ്ട്രോങ് റൂമിൽ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷേ അതിൽ വാജിവാഹനം മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിന്നീട് കണ്ടെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വാജിവാഹനം ഒഴിച്ച് ആ പഴയ കൊടിമരത്തിന്റെ സ്വർണ്ണപ്പറകളും അഷ്ടദിക്പാലകരും ഒക്കെ ആ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഏതായാലും ഈ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് നൽകി ഇതിനകത്ത് ക്രമക്കേടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ആ ക്രമക്കേട് എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ വിശദമായ പോലീസ് എൻക്വയറി വേണം എന്നുള്ളതായിരുന്നു ഇന്നലെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വെച്ചത്. അത് SIT തന്നെ അന്വേഷിക്കണമെന്നും ഈ റിപ്പോർട്ടിന്റെ ഒടുവിൽ ദേവസ്വം വിജിലൻസ് പറയുന്നുണ്ട്. പക്ഷേ ആ SIT അന്വേഷണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരാകരിക്കുകയായിരുന്നു. പകരം സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ദേവസ്വം ബെഞ്ച് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് വിജിലൻസിനോട് എത്രയും പെട്ടെന്ന് 30 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, ഈ കൊടിമരം നിർമ്മിക്കാൻ ഒരു സ്പോൺസറെ കണ്ടെത്തുന്നു. ആ എസ്റ്റിമേറ്റ് തുക പൂർണ്ണമായും ആ സ്പോൺസർ കൈമാറുന്നു. ആ എസ്റ്റിമേറ്റ് തുകയ്ക്കപ്പുറം ഭക്തർ കുറേ സ്വർണം കൈമാറുന്നു, അത് സെലിബ്രിറ്റികളടക്കം. പക്ഷേ അത് ആരൊക്കെയാണ്, എത്ര സ്വർണ്ണമാണ് എന്നത് സംബന്ധിച്ച് ഒരു കണക്കും സ്വർണം ഏറ്റുവാങ്ങിയ അഭിഭാഷക കമ്മീഷണർക്കുമില്ല. അതിൽ അഭിഭാഷക കമ്മീഷണർ ഒരു വീഴ്ചയായിട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്വർണം ഏറ്റുവാങ്ങാൻ, ഭക്തർ നൽകുന്ന സ്വർണം ഏറ്റുവാങ്ങാനും അത് കൃത്യമായി റെക്കോർഡാക്കാനും ചുമതലപ്പെടുത്തിയിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ്. അതിനുവേണ്ടി ദേവസ്വം ബോർഡ് പ്രത്യേകം ഒരു ഉത്തരവും ഇറക്കിയിരുന്നു. പക്ഷേ ആ ഉത്തരവ് പ്രകാരമുള്ള ഒരു നടപടികളും അവിടെ നടന്നില്ല. പകരം എല്ലാ സെലിബ്രിറ്റികളും ഭക്തരും എല്ലാം സ്വർണം സമർപ്പിച്ചിരിക്കുന്നത് അഭിഭാഷക കമ്മീഷണർക്കാണ്. പക്ഷേ അഭിഭാഷക കമ്മീഷണർ ആ സ്വർണം അപ്പോൾ തന്നെ ദേവസ്വം തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറുന്നു. പിന്നീട് തിരുവാഭരണം കമ്മീഷണറാണ് ഈ സ്വർണം ആവശ്യത്തിന് പണിക്ക് ആവശ്യമായ കാര്യങ്ങൾ പണിക്കാർക്ക് നൽകുന്നത്. അപ്പോൾ ഈ സമർപ്പിക്കപ്പെട്ട അഭിഭാഷക കമ്മീഷണർക്ക് മുൻപാകെ സമർപ്പിക്കപ്പെട്ട സ്വർണത്തിന്റെ ഒരു കണക്കുമില്ല, ആരൊക്കെയാണ് സമർപ്പിച്ചതെന്നുമില്ല. നമ്മളിപ്പോൾ മനസ്സിലാകുന്നത് ദേവസ്വം വിജിലൻസ് പല സെലിബ്രിറ്റികളെയും വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഓർമ്മയില്ല എത്ര സ്വർണം കൊടുത്തു എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സ്പോൺസർ കൊടുത്ത 3,20,30,000 രൂപയ്ക്കപ്പുറം വന്ന സ്വർണം, സമർപ്പിക്കപ്പെട്ട സ്വർണത്തിന് കണക്കില്ലാതെ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ കൊടിമരവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്താൻ തന്നെ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അക്ഷയ, അനന്തൻ, അതാണ് അനന്തൻ ലാസ്റ്റ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ പലർക്കും പലതും ഓർമ്മയില്ല, പലരും പലതും തുറന്നു പറയാൻ തയ്യാറാകാത്ത ആളുകളുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രമാത്രം സ്വർണം ഇതിന്റെ പേരിൽ ശബരിമലയിലേക്ക് എത്തി, എത്രമാത്രം സ്വർണം കൈപ്പറ്റി എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും തന്നെ പൂർണ്ണമായും പുറത്തു വരണമെന്നില്ല, അല്ലേ? കൊടിമരം നീക്കം ചെയ്യുമ്പോൾ അതിൽ ഈ നീക്കം ചെയ്യുന്ന സമയത്തുണ്ടാക്കിയ മഹസറിൽ ആ കൊടിമരത്തിലെ 3 സ്വർണ്ണ ആലിലകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ മഹസറിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് സ്ട്രോങ് റൂമിൽ നടന്ന പരിശോധനയിൽ അതിൽ ഒരു ആലില നഷ്ടപ്പെട്ടതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 ആലില മാത്രമേ സ്ട്രോങ് റൂമിലുള്ളൂ എന്നാണ് മഹസറിൽ കാണുന്നത്. അപ്പോൾ ഈ കൊടിമരം അഴിക്കുമ്പോൾ തയ്യാറാക്കിയ മഹസറിൽ 3 ആലിലകളും സ്ട്രോങ് റൂമിലേക്ക് എത്തി. പിന്നീട് സ്ട്രോങ് റൂമിൽ നടത്തിയ പരിശോധിക്കുമ്പോൾ 2 ആലിലകൾ മാത്രമാണ്. അപ്പോൾ അതിൽ 1 ആലില നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആരോ തട്ടിയെടുത്തു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് കാണാനില്ല എന്നുള്ള കാര്യവും ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിലും വിശദമായ അന്വേഷണം വേണം എന്നാണ് ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് പോലീസ് അന്വേഷണമായിരുന്നു. പക്ഷേ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വിജിലൻസിന്റെ അന്വേഷണമാണ്.
ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഹൈക്കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടിയാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇനി ഈ അന്വേഷണം നടന്നാൽ തന്നെ എത്രമാത്രം കാര്യങ്ങൾ തെളിയും, എത്രമാത്രം കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും.